ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്ക് ഇന്ന് 5ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിൽ ആര്യ ഇൻ ദ കോക്ക്പിറ്റ് എന്ന ചെറിയൊരു സ്റ്റോറി കൂടി ബാക്കിയുണ്ട്. അത് ഡിസ്കസ് ചെയ്യാം. എന്താ കോക്ക്പിറ്റ് എന്ന് പറഞ്ഞാൽ അറിയോ? വിമാനത്തിൽ പൈലറ്റൊക്കെ ഇരിക്കുന്ന അല്ലേ ആ സ്ഥലമാണ്. വിമാനം മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ആ ഏരിയയാണ് കോക്ക്പിറ്റ് എന്ന് പറയുക. ഈ ചിത്രം കണ്ട് അതാണ് കോക്ക്പിറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. ആര്യ ഇൻ ദ കോക്ക്പിറ്റ്. Let's read the story of a girl who dreamt of becoming a pilot. എന്താണ്? ഒരു പൈലറ്റ് ആവാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ സ്വപ്നം കണ്ട ഒരു പെൺകുട്ടിയുടെ കഥ നമുക്ക് വായിക്കാമെന്നാണ് പറയുന്നത് കേട്ടോ. ഡ്രീം സ്വപ്നം കാണുക, ഡ്രീംഡ് സ്വപ്നം കണ്ട എന്നുള്ള അർത്ഥം കേട്ടോ. നോക്കാം. ആര്യ ഓൾവേസ് വാണ്ടഡ് ടു ഫ്ലൈ. ആര്യയ്ക്ക് എപ്പോഴും പറക്കാനാണ് ആഗ്രഹം. When she was 4 years old, she wanted to be റോസമ്മ. എന്താണ്? അവൾക്ക് 4 വയസ്സുള്ള സമയത്ത് അവൾക്ക് റോസമ്മ ആവണമെന്നായിരുന്നു ആഗ്രഹം. ആരാണ് റോസമ്മ? ആര്യ സോഹർ അറ്റ് ദ സർക്കസ്. ഒരു സർക്കസ് കൂടാരത്തിൽ, ഒരു സർക്കസിൽ വെച്ചാണ് റോസമ്മയെ ആര്യ കണ്ടത്. റോസമ്മ വാസ് എ ട്രപ്പീസ് ആർട്ടിസ്റ്റ്. റോസമ്മ ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആയിരുന്നു. എന്താണ് ട്രപ്പീസ് ആർട്ടിസ്റ്റ്? ആ ചിത്രത്തിൽ നോക്കി ഊഞ്ഞാലുണ്ടാവും അല്ലേ, അങ്ങ് മേലെ ഊഞ്ഞാലുണ്ടാവും. അതിനകത്ത് മുട്ട് മടക്കിയിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് തൂങ്ങിക്കിടന്നിട്ട് ഊഞ്ഞാലിൽ നിന്ന് ഊഞ്ഞാലിലേക്ക് കൈവിട്ട് ആടും. അതാണ് ട്രപ്പീസ് ആർട്ടിസ്റ്റുകൾ ചെയ്യുക കേട്ടോ. എന്താണ്? സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ദിലീപിൻ്റെ ഒക്കെ ജോക്കർ സിനിമയിലൊക്കെ കാണുന്നുണ്ട്. അതാണ് ട്രപ്പീസ്. ഓക്കെ, അതുപോലെ ആവണമെന്നായിരുന്നു ആര്യയുടെ ആഗ്രഹം. ആര്യ വാണ്ടഡ് ടു ഫ്ലൈ ഇൻ ദി എയർ ഫ്രം സ്വിങ് ടു സ്വിങ്. എന്താണ്? എയറിലല്ലേ, ആകാശത്തിൽ. അവർ ആകാശത്താണ്, മീൻസ് മേലെ നിന്നാണ് അവർ ചെയ്യുന്നത്. താഴത്തെ ഊഞ്ഞാലല്ല, അങ്ങ് മേലെ കെട്ടി ഊഞ്ഞാലാണ്. അത്ര ഹൈറ്റിലാണ് ഊഞ്ഞാലുണ്ടാവുക. സോ അങ്ങനെ ഒരു ഊഞ്ഞാലിൽ നിന്ന് മറ്റൊരു ഊഞ്ഞാലിലേക്ക് എയറിലേക്ക് കൂടി സ്വിങ് ടു സ്വിങ് മാറണം, അങ്ങനെ പോകണമെന്ന് ആര്യ ആഗ്രഹിച്ചു. പിന്നെയോ, ഹെർ ക്ലോത്ത്സ് വുഡ് ഗ്ലിറ്റർ ലൈക്ക് റോസമാസ്. എന്താണ് ഗ്ലിറ്റർ എന്ന് പറഞ്ഞാൽ തിളങ്ങുക. അപ്പോൾ ഈ സർക്കസിലെ ആൾക്കാരുടെ ഡ്രസ്സ് കണ്ടിട്ടുണ്ടോ? നല്ല കളർഫുള്ളായിട്ട് തിളങ്ങുന്ന ഡ്രസ്സുകളായിരിക്കും അല്ലേ. അതുപോലെ ഗ്ലിറ്ററിങ് ആയിട്ടുള്ള തിളങ്ങുന്ന വസ്ത്രം അപ്പോൾ ആർക്കും ഉണ്ടാവും? നമ്മുടെ ആര്യക്കും ഉണ്ടാവും. അതുകൊണ്ടൊക്കെയാണ് ആര്യയ്ക്ക് ആ ഒരു റോസമ്മയെ ആവാൻ വേണ്ടി ആഗ്രഹിച്ചത്. ഇനിയോ, ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വുഡ് ക്ലാപ്പ് ഫോർ ഹെർ. പിന്നെ ഈ ചുറ്റിരിക്കുന്ന ആൾക്കാർ മുഴുവൻ അല്ലേ, 100 കണക്കിന് ആൾക്കാർ അവൾക്ക് വേണ്ടി കൈയടിക്കും. പിന്നെന്താണ്? ഷീ വുഡ് ഈറ്റ് കോട്ടൺ ക്യാൻഡി എവറി ഡേ. നമ്മുടെ പഞ്ഞിമുട്ടായി ഉണ്ടല്ലോ, കോട്ടൺ ക്യാൻഡി, അതാണ്. എല്ലാ ദിവസവും അത് തിന്നാൻ വേണ്ടി കഴിയും. അതൊക്കെ നമ്മുടെ സർക്കസ് കൂടാരത്തിലൊക്കെ എപ്പോഴും കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അതൊക്കെ എല്ലാ ദിവസവും തിന്നാൻ കഴിയും. അതൊക്കെയാണ് ആര്യ ചിന്തിക്കുന്നത്. ഹെർ ബെസ്റ്റ് ഫ്രണ്ട് വുഡ് ബി എ ക്ലൗൺ. ആരായിരിക്കും അവളുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട്? ആയിരിക്കും ഒരു കോമാളി, ക്ലൗൺ ആയിരിക്കും അല്ലേ. ക്ലൗൺ എന്ന് പറഞ്ഞാൽ കോമാളി കേട്ടോ. വെൻ ആര്യ വാസ് 8 years old, ഷി വാണ്ടഡ് ടു ബി കൽപ്പന ചൗള. എന്താണ്? ഒരു 8 വയസ്സായപ്പോൾ ആര്യയ്ക്ക് കൽപ്പന ചൗള ആവണമെന്നായിരുന്നു ആഗ്രഹം. ആര്യ കൽപ്പന ചൗള? ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള വ്യക്തിയാണല്ലേ. ആദ്യ ഇന്ത്യൻ വംശജയാണ് വനിത ബഹിരാകാശ യാത്രികയാണ് ആര്യ, നമ്മുടെ കൽപ്പന ചൗള. അവരെന്താണ് 2003 ഫെബ്രുവരിയിൽ ഒരു ബഹിരാകാശ ദൗത്യം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പിന്നെ എന്താണ്, കൊളംബിയ എന്നുള്ളൊരു സ്പേസ് ഷട്ടിൽ തകർന്ന് അവർ മരിച്ചുപോയി. സോ അതാണ്, അത്രയും നമുക്കെല്ലാം അഭിമാനം നൽകുന്ന ഒരു വ്യക്തിയാണ് കൽപ്പന ചൗള. അപ്പോൾ അവരാവണമെന്നായിരുന്നു 8 വയസ്സായപ്പോൾ നമ്മുടെ ആര്യ ആഗ്രഹിച്ചത്. ഷീ മെയ്ഡ് ഹെർസെൽഫ് ആൻ ഓറഞ്ച് സ്പേസ് സ്യൂട്ട്. ഷി വോർ ഇറ്റ് ഡേ ആൻഡ് നൈറ്റ്. എന്താണ്? ഒരു ഓറഞ്ച് കളറിലുള്ള സ്പേസ് ഷൂട്ട്, എന്താണ്, സ്പേസിൽ പോകുമ്പോൾ ഇടുന്ന ഒരു സ്യൂട്ട്. നമ്മളെ ബഹിരാകാശത്ത് പോകുമ്പോൾ ഇടുന്ന ഒരു ഡ്രസ്സ് കണ്ടിട്ടില്ലേ? ആ ഡ്രസ്സ് നോക്കി ഇവിടെ കണ്ടോ, കൽപ്പന ചൗളയുടെ ഡ്രസ്സ്. അതുപോലെയുള്ള ഒരു ഡ്രസ്സ് നമ്മുടെ ആര്യ ഉണ്ടാക്കി അത് അവൾ ഇട്ടു എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അവളത് ഫുൾ ഡേ ആൻഡ് നൈറ്റ്, രാവിലെയും രാത്രിയൊക്കെ ആ ഡ്രസ്സ് തന്നെ ഇട്ട് നടക്കുമായിരുന്നു ആര്യ. ആറിൻറ്റ് യു ഫീലിംഗ് ഹോട്ട് ഇൻ ദാറ്റ് സ്യൂട്ട്? എന്താണ് ചോദിക്കുന്നത്? ആര്യ, നിനക്ക് ഇതിട്ടിട്ട് അത്ര ചൂട് തോന്നില്ലേ? ആ ഒരു കോട്ട് ഇട്ടിട്ട് സ്യൂട്ട് ഇട്ട് നിനക്ക് ചൂടെടുക്കുന്നില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാ ചോദിച്ചത് നോക്കാലോ. ആസ്ട്രോനട്സ് ഹാവ് ടു ഗെറ്റ് യൂസ് ടു ദ സ്യൂട്ട്. അമ്മ എന്താ പറയുന്നത്? ആസ്ട്രോനട്സ് ഹാവ് ടു ഗെറ്റ് യൂസ് ടു ദ സ്യൂട്ട്. ആസ്ട്രോനട്സ് ഇതുമായിട്ട് പരിചയപ്പെട്ടേ പറ്റുള്ളൂ അല്ലേ, അതുമായിട്ട് പൊരുത്തപ്പെട്ടേ പറ്റുള്ളൂ. ഗെറ്റ് യൂസ് ആവണം അല്ലേ, അതുമായിട്ട് ഗെറ്റ് യൂസ്ഡ് ആവണം, അതായത് അതുമായിട്ട് പൊരുത്തപ്പെടണം. സോ അതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോഴായിട്ട് പ്രാക്ടീസ് ചെയ്തത് അമ്മ എന്നാണ് ആര്യ അമ്മയോട് പറഞ്ഞത്. സ്പേസ് ഈസ് നോട്ട് ആസ് സേഫ് ആസ് ദ എർത്ത് ഈസ്. എന്താ പറയുന്നത്? സ്പേസ് എന്ന് പറയുന്നത്, ബഹിരാകാശം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി പോലെ അത്ര സേഫ് ഒന്നുമല്ല. മൈ സ്യൂട്ട് വിൽ പ്രൊട്ടക്റ്റ് മീ. ഈ സ്യൂട്ട് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും, അതിന് വേണ്ടിയാണ്. സോ അതുകൊണ്ട് അതിട്ട് പ്രാക്ടീസ് ചെയ്യലാണ് ഞാൻ എന്നാണ് ആര്യ അമ്മയോട് പറയുന്നത്. വെൻ ആര്യ വാസ് 12 years old, ഷി വാണ്ടഡ് ടു ബി അമേലിയ ഇയർഹാർട്ട്. ആര്യ 12 വയസ്സായപ്പോൾ അവൾക്ക് അമേലിയ ഇയർഹാർട്ടിനെ പോലെ ആവണമെന്നാണ് ആഗ്രഹം. ആരാണ് അമേലിയ ഇയർഹാർട്ട്? ഒരു അമേരിക്കക്കാരിയായിട്ടുള്ള എന്താണ്, പൈലറ്റാണ്. സ്വന്തമായിട്ട്
അറ്റ്ലാന്റിക് ഓഷൻ്റെ മുകളിലേക്ക് കൂടിയൊക്കെ വിമാനം പറത്തിയ ആദ്യ വനിതയാണ് അമേലിയ ഇയർഹാർട്ട്. അപ്പോൾ അത്രയും ബ്രേവ് ആയിട്ടുള്ള ലേഡിയാണ്. അവരെ പോലെ ആവണമെന്നാണ് ഒരു 12 വയസ്സായിരുന്നപ്പോൾ ആര്യയുടെ ആഗ്രഹം. ഷി ബിൽറ്റ് എ മോഡൽ പ്ലെയിൻ ഫോർ ഹർ സ്കൂൾ പ്രൊജക്റ്റ്. അവൾ സ്വന്തമായിട്ട് എന്ത് ചെയ്തു? ആര്യ എന്നിട്ട് ഒരു മോഡൽ പ്രൊജക്റ്റ്, വിമാനത്തിൻ്റെ ഒരു മോഡൽ പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ട് സ്കൂൾ പ്രൊജക്റ്റിന് വേണ്ടി ഉണ്ടാക്കി. ഇറ്റ് കുഡിൻ ഫ്ലൈ ബട്ട് ഷി സ്റ്റിൽ ഗോട്ട് ദ സെക്കൻഡ് പ്രൈസ്. എന്താണ്? അത് ഫ്ലൈ ചെയ്യാനൊന്നും പറ്റിയില്ല വിമാനത്തിന്, എങ്കിലും അതിന് അവൾക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി. ആര്യ ഈവൻ ഗോട്ട് എ ഹെയർ കട്ട് ലൈക്ക് അമേലിയ. അമേലിയെ പോലെ ഒരു ഹെയർ കട്ട് വരെ അവൾ മുടിയൊക്കെ മുറിച്ച് അമേലിയെ പോലെ ഹെയർ കട്ടൊക്കെ ഉണ്ടാക്കി. എന്നിട്ടോ സൂൺ ആര്യ ഹേർഡ് ഓഫ് ആംഗുലിയ ബായ്, കുമുദമ്മാൾ ആൻഡ് സർല തക്രാൽ, ദ ഫസ്റ്റ് ഇന്ത്യൻ വിമൻ ടു ഫ്ലൈ എ പ്ലെയിൻ. എന്താണ്? ആദ്യമായിട്ട് വിമാനം പറത്തിയ ഇന്ത്യൻ വനിതകളായിട്ടുള്ള 3 ആൾക്കാരെ കുറിച്ച് നമ്മുടെ ആര്യ അറിഞ്ഞു. ആംഗുലിയ ബായ്, കുമുദമ്മാൾ ആൻഡ് സർല തക്രാൽ, ഇവരെ കുറിച്ചൊക്കെ കേട്ടു. എന്നിട്ടോ ആംഗുലിയ ബായ് വാസ് ജസ്റ്റ് 16 years old. ആംഗുലിയ ബായ്ക്ക് എത്രയാണ്? വെറും 16 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐ കാൺ വെയിറ്റ് ടിൽ ഐ എം എ ടീനേജർ. എന്താ പറയുന്നത്? എനിക്കൊരു ടീനേജർ ആവുന്നവരൊന്നും വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു ആര്യ. അപ്പോൾ ചോദിക്കലാണ്, എന്താണ്? സോ യു ക്യാൻ ഡ്രൈവ് എന്ന് വെച്ചാൽ നിനക്ക് ഡ്രൈവ് ചെയ്യാനാണോ? നോ, അല്ല. യു ക്യാൻ വോട്ട്, നിനക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അതുമല്ല. നോ. ദെൻ വാട്ട്, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നീ വെയിറ്റ് ചെയ്യാനാവില്ല എന്ന് പറയുന്നത്? സോ ഐ ക്യാൻ ഫ്ലൈ. അപ്പോൾ എന്താണ്? എനിക്ക് ഫ്ലൈ ചെയ്യാലോ, എനിക്ക് വിമാനം പറത്താലോ എന്നാണ് ആര്യ പറയുന്നത്. വെൻ ആര്യ വാസ് 18 years old, ഷി വാണ്ടഡ് ടു ബിക്കം എ ഫൈറ്റർ പൈലറ്റ്. എന്താണ്? യുദ്ധവിമാനത്തിൻ്റെ പൈലറ്റ് ആവണമെന്നായി ഒരു 18 വയസ്സായപ്പോൾ ആര്യയുടെ ആഗ്രഹം. എന്താണ്? ഹു ആർ ദേ ചേച്ചി? ആസ്ക്ഡ് ഹെർ ലിറ്റിൽ ബ്രദർ രാജു, സീയിങ് എ പോസ്റ്റർ ഓൺ ഹർ വാൾ. എന്താണ്? അവളുടെ വീടിൻ്റെ ചുമരിൻ്റെ മേലെ ഒരു പോസ്റ്റർ കണ്ടിട്ട് അവളുടെ ലിറ്റിൽ ബ്രദർ ആയിട്ടുള്ള രാജു ചോദിച്ചു, ഹു ആർ ദേ, അത് ആരൊക്കെയാണ് ചേച്ചി എന്ന് ചോദിച്ചു. അപ്പോൾ പറയുന്നത് എന്താണ്? ആര്യ എന്താ പറയുന്നത് നോക്കൂ. ദേ ആർ ഭാവന, ആവണി ആൻഡ് മോഹന, ദ ഫസ്റ്റ് വിമൻ ടു ഫ്ലൈ ഫൈറ്റർ പ്ലെയിൻസ് ഇൻ ഇന്ത്യ. എന്താണ്? ആദ്യമായിട്ട് യുദ്ധവിമാനങ്ങൾ പറത്തിയ 3 സ്ത്രീകളാണ് ഇന്ത്യയിൽ നിന്ന് പറത്താൻ പോയ, അല്ലെങ്കിൽ ഇന്ത്യൻ പൈലറ്റുകളാണ്. 3 പൈലറ്റ് വനിതകളാണ്. ആരൊക്കെയാണത്? ഭാവന, ആവണി ആൻഡ് മോഹന. അതാണ് അവരെന്ന് പറഞ്ഞു. ആർ ദേ യുവർ ഫ്രണ്ട്സ്? അവർ നിൻ്റെ കൂട്ടുകാരാണോ എന്ന് നമ്മുടെ രാജു ചോദിക്കലുണ്ട്. ബ്രദർ ചോദിച്ചു ആര്യയോട്. അപ്പോൾ എന്താണ്? ആര്യ ലാഫ്റ്റ്. മേ ബി സം ഡേ രാജു, ചിലപ്പോൾ ആയേക്കാം രാജു എന്ന് ആര്യ മറുപടി പറഞ്ഞു. ആര്യ സേവ്ഡ് അപ്പ് മണി ടു അറ്റൻഡ് ഫ്ലൈയിങ് സ്കൂൾ. എന്താണ്? ആര്യ അങ്ങനെ കിട്ടുന്ന പൈസയൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് ഫ്ലൈയിങ് സ്കൂളിൽ പൈലറ്റ് ആവാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഫ്ലൈയിങ് സ്കൂളിൽ ചേരാൻ വേണ്ടി അവൾ പൈസ സൂക്ഷിച്ച് വെച്ചു. ഷീ സ്പെൻഡ് ഇയേഴ്സ് സ്റ്റഡിങ്. ഒരുപാട് വർഷം അവൾ പഠിച്ചു. ഷീ സാറ്റ് അലോങ് വിത്ത് പൈലറ്റ്സ് ടു ലേൺ ഫ്രം ദം. എന്താണ്? പൈലറ്റ്സിൻ്റെ കൂടെ ഇരുന്നിട്ട് അവിടെ നിന്ന് എന്താണ് പൈലറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി അവരുടെ കൂടെ പോയിരുന്ന് പഠിച്ചു. ഷി വർക്ക്ഡ് ഹാർഡ് ആൻഡ് എയ്റ്റ് എ ലോട്ട് ഓഫ് ക്യാരറ്റ്സ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു അവൾ. കൂടാതെ ഒരുപാട് ക്യാരറ്റ് തിന്നു. എന്തിനാണ് ക്യാരറ്റ് തിന്നുന്നത്? അമ്മ ഓൾവേസ് സെഡ് ക്യാരറ്റ്സ് ആർ ഗ്രേറ്റ് ഫോർ ദി ഐസ്. കണ്ണിന് എപ്പോഴും കാഴ്ച നൽകാൻ ഏറ്റവും നല്ലതാണ് ക്യാരറ്റ്സ് എന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ വിമാനം പറത്തുമ്പോൾ നല്ല കാഴ്ചശക്തി വേണം അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണിന് നല്ല കാഴ്ചശക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്യാരറ്റുകൾ അവൾ തിന്നു. കൂടെ ഹാർഡ് വർക്കും ചെയ്തു, നന്നായി പഠിച്ചു. ഫൈനലി ഷീ ഈസ് റെഡി ടു സിറ്റ് ഇൻ ദ കോക്ക്പിറ്റ് ഹെർസെൽഫ്. എന്താണ്? അങ്ങനെ ഫൈനലി അവസാനം അവളുടെ ആഗ്രഹം സാഫല്യമാവുകയാണ്. അവൾ കോക്ക്പിറ്റിൽ ഇരിക്കാനായി അവളൊരു പൈലറ്റായി മാറി. ടുഡേ ഈസ് എ സ്പെഷ്യൽ ഡേ ഫോർ ആര്യ. ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ് ആര്യയ്ക്ക്. എന്താണ് കാരണം? ദാറ്റ്സ് ഹെർ ഇൻ ദ കോക്ക്പിറ്റ്. അവളാണ് ഇന്ന് കോക്ക്പിറ്റിൽ ഇരുന്നിട്ട് വിമാനം പറത്തുന്നതല്ലേ, വിമാനത്തിൻ്റെ പൈലറ്റായിരിക്കുന്നത് ആര്യയാണ്. ഷീ ഈസ് വെരി എക്സൈറ്റഡ് ബിക്കോസ് ദർ ആർ 2 സ്പെഷ്യൽ പാസഞ്ചേഴ്സ് ഓൺ ഹെർ പ്ലെയിൻ ദിസ് മോർണിംഗ്. ഇന്ന് അവൾ വളരെ എക്സൈറ്റഡ് ആണല്ലേ, വളരെ ആകാംക്ഷയോടു കൂടിയാണ് ഇന്ന് വിമാനം പറത്താൻ വേണ്ടി പോകുന്നത്. കാരണം എന്താണ്? വിമാനത്തിൽ ഇന്നുള്ളത് അവൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള 2 പാസഞ്ചേഴ്സ്, 2 യാത്രക്കാരുണ്ട് ഇന്ന്. ആരൊക്കെയാണത്? അപ്പോൾ എന്താണ്? അനൗൺസ്മെൻറ്റ് വല്ലാണ്. വിമാനത്തിൽ പോയിട്ടുണ്ടാവില്ല. അപ്പോൾ വരുന്ന കേട്ടില്ലേ അനൗൺസ്മെൻറ്റ്? എങ്ങനെയാണ് പറയുക? ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, ദിസ് ഈസ് യുവർ ക്യാപ്റ്റൻ ആര്യ, വെൽക്കം എബ്രോഡ്. എന്താണ് പറയുക? ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, ഇത് ഞാൻ ക്യാപ്റ്റൻ ഇന്നയാളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഏതാണ് ഫ്ലൈറ്റ് എയർ ഇന്ത്യയിലേക്ക് സ്വാഗതം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. സോ അതുപോലെ നമ്മുടെ ആര്യ പറയലാണ് കോക്ക്പിറ്റിലിരുന്നിട്ട്. അപ്പോൾ ആരാന്നൊക്കെ പറയുന്നത്? ചേച്ചി. രാജു വാസ് ത്രിൽഡ്. ആരാണ് ഒരാൾ? രാജുവാണ്. അപ്പോൾ രാജു പറയണം, ചേച്ചീൻ്റെ അച്ഛനാണല്ലോ കേൾക്കുന്നത് എന്ന് സന്തോഷത്തോടു കൂടി പറയാണ് രാജു.
അപ്പോൾ അടുത്തയാൾ പറയണം യെസ് മൈ ഡോട്ടർ. രാജുസ് മദർ ഹഗ്ഡ് ഹിം. എൻ്റെ മോള് എന്നുള്ള അഭിമാനത്തോടു കൂടി രാജുവിൻ്റെ അമ്മ ഹഗ് ചെയ്തു. അപ്പോൾ നോക്കി അവളുടെ ഡ്രീം ചേസ് ചെയ്ത് നേടി അല്ലേ? യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ചെറിയൊരു സ്റ്റോറിയാണ്, വളരെ നല്ലൊരു സ്റ്റോറിയാണ് അല്ലേ? അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.